പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് നാളുകളായി സഭാകാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഒന്നും ചെയ്യരുതെന്ന് കണ്ടാലും ഒരു രക്ഷയില്ല. ഈ മനുഷ്യർ സഭയുടെ തലപ്പത്തുള്ളവരും അവരുടെ ശിങ്കിടികളും ഓരോ വീഡിയോ ചെയ്യും. ചിലരുടെ ചക്കരയ്ക്കും കള്ളിനും ചെത്തുന്ന സഭയിലെ അന്മാർ, അതായത് സഭയുടെ കൂടെ നടക്കുന്നവരുണ്ട്. അവരൊക്കെ ഇരുന്ന് വീഡിയോ കണ്ടാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ആദ്യം തന്നെ ക്രിസ്ത്യൻ വിസ്ഡം എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അത് റിഞ്ചു പി കോശിയച്ഛൻ്റേതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പഴയ കാലത്തെ കണിയാമ്മേടെയായിരുന്നു. 4 ഡോക്ടറേറ്റ് ഉണ്ട്, ഓർത്തോളം. ഏതൊക്കെ വിഷയത്തിലാണെന്ന് എനിക്ക് വെച്ചില്ല. ഏതായാലും ഇദ്ദേഹം കണിയാമ്മേടെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞാൽ മണവാട്ടി ചെന്ന് വലത്തുകാർ വെക്കണോ ഇടത്തുകാർ വെച്ച് വേണോ വീട്ടിൽ കയറാൻ. വേണ്ട, ഒരു ഭർത്താവ് മറിച്ചാൽ ഭാര്യ മിന്നു കെട്ടണോ. വലത്ത് കൈ ഒരു കല്യാണം കഴിഞ്ഞ് മന്ത്രകോടി ആ മണവാട്ടിൻ്റെ കൈ താഴെ പോകാൻ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഞാൻ ഇവനോട് പലതും ചോദിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ ചോദിക്കുക, റിഞ്ചു പി കോശിയച്ച ഏത് കാലത്ത് മിന്നുണ്ടായിരുന്നു? ഏത് കാലത്ത് മന്ത്രകോടി ഉണ്ടായിരുന്നു? ഇസാക്കിൻ്റെ കല്യാണം ഏത് കാലം വെച്ചാണ് ഇസാക്കിൻ്റെ ഭാര്യ റെബേക്ക ആണെന്ന് എൻ്റെ ഓർമ്മ വീട്ടിൽ കയറിയത്? അവിടെ നടന്ന കലഹം എന്തായിരുന്നു? ഏത് കാലം വെച്ചാൽ കയറിയത് നിനക്കൊന്ന് പറയാമോ? പോട്ടെ, നിൻ്റെ കണിയാമ്മയിലെ കൊണ്ടാടൊക്കെ. എന്നിട്ട് ഇപ്പോൾ കണിയാമ്മയിൽ നിർത്തിയിട്ട് അദ്ദേഹം പള്ളി പണിയുമായിട്ട് കടന്നു. അതായത് ഇത് അദ്ദേഹത്തിൻ്റെ ഒന്നും പ്ലാനില്ല. സഭയിലെ മെത്രാന്മാരും പുരോഹിതന്മാരും എല്ലാം കൂടെ സംഘടിച്ച് ഓരോരോ കാര്യങ്ങൾ ഓരോ പുരോഹിതന്മാരും മെത്രാന്മാരെ ഏൽപ്പിക്കുന്ന ഇദ്ദേഹത്തിന് പള്ളി പണിയാനുള്ള പരിപാടിയായി. നീണ്ടു കടന്ന് പിരിച്ച് കുറേ പള്ളികൾ പണിതു. എന്തിനാ? ഓരോ വർഷവും 4 സെമിനാരികൾ ഇറങ്ങുന്നത്. ചിലത് കേരളത്തിന് പുറത്തുള്ള ഇതാണ്. കേരളത്തിലുള്ള ഒരു പുരോഹിതപര പള്ളികൾ ചെയ്യുന്നവരുണ്ട്, ബാഹ്യ കേരളത്തിൽ പോകുന്നവരുമുണ്ട്. എന്നാൽ കേരളത്തിൽ വരുന്ന കുട്ടന്മാർക്ക് ഇരിപ്പിടം കൊടുക്കണ്ടായോ? അപ്പോൾ പള്ളികൾ പുതുതായിട്ട് ഇപ്പോൾ ചെറിയ പള്ളികളാണ്, ഒരു 10-100 അങ്ങനെയുള്ള പള്ളികളാണ്. ഇനിയിപ്പം തൊട്ട് 2 വികാരിമാർ കാണും. അതിന് അവർ പറയുന്ന വഴിയൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ട്? ഈ പുരോഹിതപരിക്ക് ആൾക്കാർ ഒരുപാടായി. പുരോഹിതന്മാർ കൂടി വരുമ്പോൾ ഇവരെ എവിടെ കൊണ്ട് ചാകും? ഇവർക്ക് ഇന്ന് പുരോഹിതപരിക്ക് പഠിക്കാൻ സെമിനാരിൽ പോയാൽ അവർക്ക് പഠിച്ച് പാസ്സാകണമെന്നില്ല. 2000 രൂപ താഴെ കൊടുത്താൽ അവർ പാസ്സായി. അത് ഞാൻ പോയി കണ്ടതല്ല, പബ്ലിക്കിൽ ന്യൂസ് പേപ്പറിൽ വന്നതാണ്. ഞാൻ പറഞ്ഞുതരാം എന്തിന്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ 4 വർഷം സെമിനാരിയിൽ പഠിക്കുന്നെങ്കിലും ആ സമയത്തിനോടകം ഒരു ബൈബിൾ പരിപൂർണമായിട്ട് മുഴുവനും വായിച്ചിട്ടുണ്ടാകത്തില്ല. അവരവിടെ എന്തുവാ? അവരെന്നും ഈ കുർബാന അല്ലേ ശാസ്ത്രക്കാരെ സൂക്ഷിക്കാൻ മറ്റേത് മറിച്ചേഞ്ച് എല്ലാം പ്രാക്ടീസാണ്. അല്ല, ഒന്നും അവർ ബൈബിൾ വായിക്കുന്നില്ല. അവർക്ക് കഞ്ഞി രാവിലെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമാണ്. അത് പൊക്കോട്ടെ, ഏതായാലും കൊള്ളാം. എന്നാൽ ഇന്നിപ്പം ഞാനിതൊക്കെ ഇടാൻ കാരണം റിഞ്ചു പി കോശിയച്ഛൻ തൻ്റെ ഒരു ഇതിട്ടു. അതായത് നമ്മുടെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം ഏതാണ്?
എന്ന് ചോദിച്ചു. പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ വാക്യം, നീളമുള്ള വാക്യം. ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ചോദിക്കാം ഇങ്ങനെ, നീ ഇത് ചോദിക്കാനല്ല ഇരിക്കേണ്ടത്. ബൈബിൾ വായിച്ചാൽ ഏത് മനുഷ്യനും ഉണ്ടാവും. നീ ആ വാക്യം അതാരും പറയാൻ നോക്കിയിരിക്കാതെ ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏറ്റവും നീളമുള്ള വാക്യം ഇതാണെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിശ്വാസികളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടത്. അല്ല എങ്കിൽ ആ വാക്യം എടുക്കരുത്. എന്തോ അത് ഒരു വിശ്വാസികൾ പറഞ്ഞാൽ നീ അങ്ങ് സ്വർഗത്തിൽ കയറ്റി വിടും അവരെ. പോട്ടെ, ഇത്രയും പറഞ്ഞിട്ട് അവൻ ബാക്കി എന്തുവാ, എൻ്റെ ചാനൽ കാണുന്നവരുടെ ദൈവം അനുഗ്രഹിക്കും, മറ്റേ അവൻ്റെ ചാനൽ കാണണം. ഞാൻ നിങ്ങളോട് പറയാം, ഇവരെല്ലാം യൂട്യൂബിൽ കൂടെ കാശ്, ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കാശല്ല കട്ടും പൊട്ടിച്ചും വിശ്വാസികളുടെ ഭരണാനന്ദ ശുശ്രൂഷ നടത്തിയും 2000 രൂപ 3000 രൂപ ഇപ്പോൾ കൈവിളക്ക് മേടിക്കുന്നേ. ഒരു കപ്പ്യാർക്ക് 1500 രൂപയാ, അറിയോ? ഒരു വിരിവടക്കാൻ വന്ന 1500 രൂപയാ. ഇതാരാ ഇതിൽ പോകാത്തത്? ഇവരേത് ആത്മീയ കാര്യത്തിലൊക്കെ പൊക്കോട്ടെ. രഞ്ജി കോശൻ നല്ല മനുഷ്യൻ, വളരെ ഡിഗ്രിയുള്ള മനുഷ്യൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ബാക്കിയൊന്നും പറയില്ല. ഏതായാലും അത് കഴിഞ്ഞിട്ട് ബെന്നി കോട്ടപ്പുറ എന്ന് പറഞ്ഞൊരു നല്ല മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഞാനൊന്നും എടുക്കാം. അദ്ദേഹം പറയുമ്പോൾ ഇല്ല, അദ്ദേഹം അഥവാ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. കൂടുതൽ ഇപ്പം നിങ്ങളോട് പറയാം. ബെന്നി കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ ഈ ഒരു 10-15 വർഷമായി കാണും, അതിൽ കൂടുതലായി തോന്നുന്നു. ഓർത്തോ സഭയിലെ ന്യായീകരണ തൊഴിലാളിയായി എന്തുവാ ഓർത്തോ സഭയിൽ എന്തു നടന്നാലും എങ്ങനെയാതെ അവൻ്റെ ഭാര്യ മരിച്ചുപോയി, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവന് 3 പെൺപിള്ളാരെ എൻ്റെ ഓർമ്മയിൽ. അതിലൊരുത്തി കെട്ടിയത് ഒരു പുരോഹിതനാണ്. അദ്ദേഹം അന്ന് ട്രിവാൻഡ്രത്തായിരുന്നു. പിന്നെ പുരോഹിത വർഗത്തെ ചാരിക്കാതിരിക്കുമോ, അവർക്ക് വേണ്ടി വാദിക്കാതിരിക്കുമോ? ഞാനെന്നുകൊണ്ട് വാദിക്കാതിരിക്കുന്നത്? എന്നെ പുരോഹിത വരയ്ക്ക് വിട്ടാണെങ്കിൽ ഞാൻ പോയില്ല. അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പലതും പറഞ്ഞു വന്നിട്ടുണ്ട്, ഇനി ആവർത്തിക്കുന്നില്ല. ഇനി ഞാനിങ്ങനെ ഓരോ കാര്യം പറയാൻ ഓരോന്നും കണ്ടു പഠിച്ചുകൊണ്ടാണ്. ഈ കോട്ടപ്പുറം പഴയ ക്രിസ്ത്യ ഓർത്തോ സഭയുടെ ന്യായീകരണ തൊഴിലാളിയായിരുന്നു. അവൻ ഒരിക്കൽ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അമേരിക്കയിലൊരു മെത്രാൻ, അമേരിക്കൻ ഉണ്ടായിരുന്ന മെത്രാൻ, അദ്ദേഹം താമസിച്ച വീട്ടിലെ പെങ്കൊച്ചോ ചെറുപ്പക്കാരി പെങ്കൊച്ചിൻ്റെ അടുത്ത് എന്തോ ആയിക്കോട്ടെ, ഏതായാലും അവൻ അവിടുന്ന് ഉടനെ വിട്ടു. രാജ്യരാമാനം ഇന്ത്യയിൽ വന്നു. അവൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഉടനെ തന്നെ അവന് ഏറ്റവും വലിയ ഭദ്രാസമായി മാവേലിക്കൽ ഭദ്രാസൻ്റെ അധിപനായി മാറ്റിയിട്ട് ഇരുത്തി. ഇന്ന് ഓർത്തോസഭയിൽ നടക്കുന്ന ചരിത്രം മുഴുവൻ ഇങ്ങനെ. ഒരു വ്യഭിചാരക്കുറ്റം കണ്ടാൽ അവന് പുരോഹിതനെ കോറപ്പിസ്കോപ്പാക്കി, അല്ലെ വേറൊരു പുതിയ ഇതുണ്ടാക്കിയിട്ട് സംരംഭം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലപ്പത്തെത്തും. ഞാൻ കൂടുതൽ പറയുന്നത്, ഏതെങ്കിലും അവന് അതിനെക്കുറിച്ച് എതിർത്ത് പറയാമെങ്കിൽ പുരോഹിതനോ മെത്താനോ ബാവായോ പറയട്ടെ. ഞാൻ പറഞ്ഞ നേരെ ഓരോ കാര്യങ്ങളും ഓരോ സംഭവിച്ച നാടകങ്ങൾ പോട്ടെ. ഏതായാലും അവിടുന്ന് കാതോലിക്ക മത്തായി 3-ാമനായി. സത്യസന്ധമായിട്ടാണെങ്കിൽ മത്തായി 3-ാമൻ കാതോലിക്ക ആവോ? ഏതെങ്കിലും മെത്താനോ പുരോഹിതനോ അല്ലെ അൽമായനോ എന്ന് പറയുന്നത്, അൽമാരും പരിശുദ്ധരായ വിശ്വാസികളായ അൽമാരെല്ലാം. എന്നാൽ ഇവർക്ക് ചേടി വരെ ചെയ്യുന്ന അവന്മാർക്ക് പറയാമോ? ഇല്ല, പറയത്തില്ല. പോട്ടെ. ഏതായാലും ഈ ബെന്നി കോട്ടപ്പുറം പറഞ്ഞത് ന്യായീകരിച്ചത് ആ പരിശുദ്ധ തിരുമേനിയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കി
അങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ ആ തിരുവേനിക്ക് USA പോയി വീണ്ടും കുർബാന അർപ്പിക്കാൻ സാധിക്കുമോ? എടാ ബെന്നിക്കോട്ടപ്പുറം, നീ ആരെ ആണ് അന്തനും ചെകിടനുമാക്കുന്നത്? നീ ഈ ചുറ്റാവട്ടത്തിൽ നിന്റെ മരുമോൻ പുരോഹിതനെ മറ്റേ മറ്റേത് കണ്ടുള്ളൂ, ഒന്നുമല്ല. ആ ആ കുടുംബക്കാർ കേസ് കൊടുത്തില്ലെങ്കിൽ നിന്റെ പരിശുദ്ധൻ അവിടെ പോകത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. വേണ്ട, പോട്ടെ, അതൊക്കെ പോട്ടെ. ഇപ്പോഴേ എല്ലാവർക്കും അറിയാം, 2 വർഷമായി ലോകമെമ്പാടുള്ള പുരോഹിതന്മാർ എല്ലാ വർഷവും പരമ്പരയിൽ വന്ന് അവർ മീറ്റിംഗ് കൂടും. അതിനെക്കുറിച്ചും പറയില്ല. അവർ പരമ്പര ആ മീറ്റിംഗ് കൊടുത്ത് അതിൻ്റെ ചിലവൊക്കെ ആരാതൊന്നും ഞാൻ ചോദിക്കുന്നതും പറയുന്നുമില്ല. പൊക്കോട്ടെ. അതുപോലെ തന്നെ ആഗോള ഭക്തമറിയ സമാജത്തിൻ്റെ സംഗമം ഇപ്പോൾ 2 വർഷമായിട്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇവിടാന്ന് എനിക്കുള്ള ഈ വർഷം പിരിവിട്ടായിരുന്നു. ഇവിടെല്ലാം ഈ സംഗമത്തെ നയിക്കുന്നതായി ഏത് മെത്രാണ് ഓരോ ദിവസവും ഏത് പുരോഹിതൻ എന്നെല്ലാം ഇവരെ പബ്ലിസിറ്റി ചെയ്യും. എന്നാൽ ട്രിവാൻഡ്രത്ത് വടകര ഓർത്തഡോക്സ് വിശ്വാസ സംഗമം അവിടെ YMC ഹാളിൽ എന്ന് പറഞ്ഞ് ഏതായാലും കൊള്ളൂ ഒരു ഇടുക്ക് മുറിയെ ഞാൻ കണ്ടുള്ളൂ. ആകെ 26 പേരെ ഉള്ളായിരുന്നു പറയുന്നു. ആര്? ബെന്നിക്കോട്ടപ്പുറമാണ് പറഞ്ഞത്. അപ്പോൾ ഈ 26 പേരെ ഉള്ളെങ്കിലും ഇവിടെ ഈ വലിയ വലിയ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ പോകുന്നത് അവിടെ ഏത് പുരോഹിതനും വെട്ടാനും ഉണ്ടായിരുന്നു ഈ ഫോട്ടോ ഇട്ടവരാരും കാണിച്ചിട്ടില്ല. അവിടെ അല്ല എങ്കിൽ ഈ സംഗമം നടക്കുന്നു എന്നുള്ളത് നടന്നെങ്കിൽ പേപ്പറിൽ പബ്ലിഷ് ചെയ്യും ഓരോന്ന്. അവരെ പുരോഹിതവർഗം ഇത് പേപ്പറിലും വന്നില്ല. എൻ്റെ കാഴ്ചയിൽ ഈ ഫേസ്ബുക്കിൽ വന്നപ്പോൾ ഞാൻ കണ്ടപ്പം ആ കുറച്ച് 10-26 പേരൊരു ഹോൾഡ് ഇരിപ്പുണ്ട്. ഒരു അവിടെ ആരാ വ്യക്താനോ പുരോഹിതോ ഈ തീരുമാനമെടുക്കണമെങ്കിൽ ഒരു സഭയുടെ തീരുമാനമാണ്. അത് കാതോലിക്ക ബാവ എവിടെയാ? അവൻ സായികവാഴുമായിട്ട് നടക്കുക. അവൻ ഇപ്പം വലിയ കോള് കിട്ടിയിരിക്കുന്ന കാനഡയാണ്. നേരെ പോയത് കാനഡയ്ക്ക്. നിങ്ങൾ സംഭവം അറിഞ്ഞു കാണും. കാനഡ ചെല്ലുന്നതിന് മുമ്പേ അവിടെ പള്ളിയിൽ വികാരി വിളിച്ചു പറഞ്ഞു, $100 വെച്ച് പിരിവുണ്ട്, കാതോലിക്ക ബാവ വരുന്നതിന് മുമ്പ് തരണം, അല്ല ഈ പോയിട്ട് വായനും തരണം, ഇല്ല എങ്കിൽ ഞങ്ങൾ മേടിച്ചിരിക്കും. അന്ന് ഞാൻ പറഞ്ഞതേ, എടാ കുഞ്ഞുങ്ങളെ, നീ ഒരു കുപ്പായ കിട്ടുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഒന്നും പേടിപ്പിക്കാൻ വരണ്ട. ഈ കാനഡയിലുള്ള പിള്ളേർ ആണല്ലോ ഇപ്പം നിങ്ങളുടെ മെയിൻ ഉദ്ദേശം. അവരെ കാനഡയ്ക്ക് പോയപ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുമോ? അവരെത്ര ലക്ഷം രൂപ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ലക്ഷം രൂപ കടമെടുത്തുകൊണ്ടാണ് അവിടെ പഠിക്കാൻ പോയി അവിടെ ജോലി ചെയ്യുന്നത്. അവരത് വീട്ടുണ്ടായോ? ഇതിൻ്റെയൊക്കെ കുമ്പ നിറച്ചാൽ മതിയോ? കാതോലിക്ക ബാവ വരുന്നതിന് എന്തിനാണ് $100? നീ പറഞ്ഞു നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചിരിക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയത്, ഈ കാനഡയിലുള്ള വിശ്വാസികൾ ദേവാലയത്തിൽ വന്നില്ലെങ്കിൽ നീയൊക്കെ ഒരു നേരത്തെ ആഹാരം എവിടുന്ന് കഴിക്കും? നീയൊക്കെ അവിടുന്ന് കിട്ടിക്ക് പോർത്തിൻ്റെയോ? എന്താ ഇപ്പോൾ ബാബാരുവി ലോകമെമ്പാട് സൈന്യമായിട്ട് നടക്കുക. സ്വീകരണം അവിടെ എല്ലാം, എയർപോർട്ട് സ്വീകരണം, ദേവാലയത്തിൽ സ്വീകരണം. ഞാൻ പറയാം, കാതോലിക്ക ബാബയ്ക്ക് മാത്രമല്ല സ്വീകരണം ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരും വിശ്വാസികളും കൊടുക്കുന്നത്. പുതിയൊരു ദേവാലയത്തിലേക്ക് കോടി നിറം വലിയ പള്ളി ഇത് കൊണ്ടുവരുന്നത് വഴിനീളമുള്ള പള്ളികളെല്ലാം എതിരേറ്റ് കൊടുത്തേച്ച്. അപ്പം പിന്നെ കാതോലിക്ക ബാബ നിങ്ങൾ എതിരേറ്റു എന്ന് പറയുന്നത് എനിക്ക് അതിശയിക്കാറൊന്നുമില്ല. എന്തിനെ
പുത്തയ്ക്കാവ് കൊച്ചു തിരുമേനി കവറിറങ്ങിയത് പുത്തയ്ക്കാവില്ല. തിരുമേനി പണിതാണ് പത്തനംതിട്ട കോളേജ്. അവിടെ ഒരു ആശ്രമം ഉണ്ട്, അതിൻ്റെ പേര് ഓർമ്മയില്ല. പുത്തയ്ക്കാവ് കൊച്ചു തിരുമേനിയുടെ പെരുന്നാളിന് ഇത്രാം വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് അവിടുന്ന് ദീപശിഖ കൊണ്ടുവന്ന നെടുഞ്ചീള പള്ളികളെല്ലാം എഴുന്നള്ളിച്ച് എതിരേൽപ്പ് കൊടുത്തു കൊണ്ടിരുന്നു. എന്നാൽ കൊച്ചു തിരുമേനിയും കവറിറക്കിയിരിക്കുന്ന പുത്തയ്ക്കാവില്ല. പത്തനംതിട്ടയോ വേറൊരു സ്ഥലത്തോ ഏതെങ്കിലും കാര്യത്തിന് ഒരു ദീപശിഖ തിരുമേനിയുടെ കബറിങ്കിൽ നിന്ന് കത്തിച്ചു കൊണ്ടുപോയി എഴുതിരേറ്റ് നിങ്ങളെ നീയൊക്കെ എവിടുത്തെ വിശ്വാസികളാണ്? നിങ്ങളെ മറ്റവന്മാർ പറയുന്നത് മറ്റേ ദിവസം ഓടി നടക്കും, പോയിക്കോ. ഇനി ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഈ സംഗമം ട്രിവാൻഡ്രത്ത് പാളയം പള്ളിയിൽ അവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ചെറിയ കാര്യമല്ല, ഏതൊക്കെ വലിയ തീരുമാനങ്ങളെക്കുറിച്ച് എടുക്കുന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. മലങ്കര അസോസിയേഷനിലെ ഉണ്ടായിരുന്ന അസ്വാഭാവികത അതിനെക്കുറിച്ച് ചിന്തിക്കാനും 1934 ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള അപ്രായോഗിക ഭേദഗതികൾ, പിന്നെ സഭാ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എത്താനുമുള്ള ഒരു പൊതുവേദിയുടെ രൂപീകരണം, സഭയുടെ കാര്യം, ഇതെല്ലാം ഓട്ടോസഭയുടെ കാര്യം ചെറിയ കാര്യമല്ല. ഒരു ഇടവകയുടെ കാര്യമല്ല, ഒരു മദ്രാസിൻ്റെ കാര്യമല്ല. അവിടെ കാതോലിക്ക ആ ദരിദ്രവാസി എവിടെ? നിങ്ങൾക്ക് വല്ല ഉത്തരം പറയാമോ? ഡിയസ്കോറസ് എന്ന് പറഞ്ഞ ഒരു ദരിദ്രവാസിയുണ്ട്, അവനെക്കുറിച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഇവരൊക്കെ കുപ്പായ വിട്ടേക്കുന്നത് അവൻ്റെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാനായിട്ടാണ്. ഈ കുപ്പായ വിട്ടത് രാഷ്ട്രീയക്കാരി നോക്കാനാണോ? എടാ, ലോകം തിരിച്ചു പറയുന്നു. നിനക്ക് വല്ലതും ചെയ്യാമോ? നീ അവിടുന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. എൻ്റെ ഓർമ്മയിൽ ഷൗമുവേൽ ബാലനാണെന്ന് തോന്നുന്നു. അതായത് നെബൂഖദ്നേസർ രാജാവ് കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് വണ്ടിക്കാനായിട്ട് 3 പേരോട് പറഞ്ഞു, ചന്തക്ക് മേശക്ക് അഭേദ്രഹവും. അവർ വണ്ടിച്ചോ, അവിടെ തീച്ചുള ഇടുമെന്നറിയാം. അവൻ സംഭവിച്ചില്ല. അവൻ തീച്ചുളയുടെ കൂട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവരെ പൊക്കിയെടുത്ത് തീച്ചുളയിലായിട്ട് ബലവാന്മാരായ 3 പേരെ വിട്ടു. ഇവരെ തീച്ചുളയിട്ട് പക്ഷെങ്കിൽ ഈ ബലവാന്മാർ ചൂടുകൊണ്ട് മരിച്ചുപോയി. എന്നാൽ അവർക്കൊന്നും സംഭവിച്ചില്ല. അതുപോലെ അവിടെ തന്നെ പറയുന്നുണ്ട് ഒരു ബാലിനെ കുറിച്ച്. അദ്ദേഹം തൻ്റെ മാളിക മുറിയിൽ കിഴക്കോട്ടുള്ള ജനൽ തുറന്നിരുന്ന് കിഴക്കോട്ട് നോക്കി ദേവാലയം, ജെറുസലേം ദേവാലയത്തെ നോക്കി ഓരോ യാമങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു? ഞേടാ കുപ്പായ തൊഴിലാളികളെ, നിൻ്റെയൊക്കെ ജോലി രാഷ്ട്രീയമല്ല, ഭരണമല്ല, വിശ്വാസികളുടെ കീശ എനിക്ക് വലിച്ചു പറിച്ച് നിങ്ങളെ പാണ്ഡം നിറയ്ക്കുകയല്ല. നിങ്ങൾ എല്ലാ അനീതികളും ചെയ്യുന്നു. പുരോഹിതവർഗമേ, നിങ്ങൾ വിശ്വാസത്തെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് നോക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചാൽ അവനെ അടക്കണമെങ്കിൽ അവൻ്റെ കല്ലറയ്ക്ക് കാശ് കൊടുത്തുമ്പോൾ കല്ലറ തുറക്കണമെങ്കിൽ 6500 രൂപ. അത് 3ാമത്തെ പ്രാവശ്യം തുറന്നതിന് 6500 രൂപ ഈടാക്കുന്നത്. എവിടെ കൊണ്ടുപോകാനാ? ഇതൊക്കെ എവിടെ പോകുന്നു? ഞാൻ പറയുന്നത് എനിക്ക് ഒന്നും പറയാനില്ല. വിശ്വാസികളും നല്ലവരായ ഇന്നത്തെ കാലത്തെ വിശ്വാസികൾ, കാരണം
കട്ട് മോട്ടിച്ച് ഗൾഫിൽ പോയിട്ട് വന്നിട്ടുള്ളവരാ 90%. അല്ലാതെ ഒന്നുമല്ല. പാട്ട് പഠിക്കുക 6-7 മാസം 10 ആഴ്ചയിലും മാത്രം ഇരുന്നവരാ. ഒന്ന് പറഞ്ഞ അവരൊക്കെ ഇന്ന് വലിയ ആത്മീയരാണ്. അവരൊക്കെ ഇത് കൊടുത്ത് വളർത്തുക. അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ബാക്കി പാവം പിടിച്ച വിശ്വാസം കൂടിയാണെന്ന് ചിന്തിച്ചോണം. ഓട്ടോ സഭയിലാണ് നല്ല സഭയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭർത്താമാരെ, പുരോഹിതന്മാരെ, ദിയസ്കോറോസ്, നിന്റെ ആഗ്രഹം സാധിക്കത്തില്ല. ഭർത്താവ് മൂന്നാമൻ ജീവനോടിരിക്കുന്ന കാലം നിന്റെ ആഗ്രഹം സാധിക്കത്തില്ല. കാരണം ഭർത്താവ് മൂന്നാമൻ എങ്ങനെയാണ് ഈ കാതോലിക്ക ആയെന്നുള്ളത് നിനക്കും അറിയാം, ലോകത്തിനും അറിയാം. എന്നാൽ അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം നീയൊക്കെ ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം ഒരു സംഭവം നടന്നു. ഇന്ന് നീയൊക്കെ ഈ ദൈവിക വരയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് നിൻ്റെ പണ്ടം നിറയ്ക്കാനും നിൻ്റെ പോക്കറ്റ് നിറയ്ക്കാനുമായിട്ടാണ്. അല്ലാതെ ഒന്നിനുമല്ല. നിനക്കൊന്നിനും ആത്മീയമില്ല. വിശ്വാസികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഏതെങ്കിലും കാര്യം ചെയ്തോളൂ. നിങ്ങൾ ആചാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ കാതോലിക്ക കാനഡ ചെല്ലുന്നതിന് മുമ്പ് ദുബൈ എയർപോർട്ടിലെ ഇവിടുത്തെ എയർപോർട്ടിൽ എല്ലാം സ്വീകരണം. എന്തോ സൈനികമായിട്ട് വന്നേക്കുന്നത്. അവൻ്റെ ഈ ശ്രീമാരുണ്ടല്ലോ. അപ്പം അവിടെ കഴിഞ്ഞ് വേൾഡ് ചുറ്റിക്കറങ്ങുക. അവിടെ എല്ലാം സ്വീകരണം. അതിനെക്കുറിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് കരുതില്ല. കാരണം ഞങ്ങളുടെ ചെങ്ങന്നൂര് പുതിയൊരു പള്ളിയിൽ ദേവാലയത്തിൽ കോടിമര ഉത്സവം ഇതിന് കോടിമരത്തിൽ കോടി കൊണ്ടുവന്നത് നെരണം വലിയ പള്ളിയിൽ നിന്നാണ്. അവിടുന്ന് ആ കൊടിക്ക് വരുന്ന വഴിയുള്ള ദേവാലയത്തിലെല്ലാം സ്വീകരണം കൊടുത്തു. അപ്പോൾ പിന്നെ സഭയിൽ കാതോലിക്കായ്ക്ക് സ്വീകരണമല്ല, വേറെ എല്ലാം കൂടെ ചെയ്തു കൊടുക്കണം. എല്ലാ അറേഞ്ച്മെൻറ്റും കൂടെ കാണും. പിന്നെ ഞാൻ നിങ്ങളോടുള്ള വിശ്വാസികളെ, നിങ്ങളേതായാലും ഈ പുരോഹിതവർഗം പറയുന്നത് കേട്ട് തന്നെ പോകണം. കുരുടനെ വഴി കാട്ടിയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നല്ല ശമരിയാക്കാരന് പുരോഹിതനെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു പോലും യേശു ഈ ലോകത്തിൽ ജനിച്ചതൊക്കെ ഏതെങ്കിലും പുരോഹിതനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു? ഇന്നിവരെ കല്ലറ തുറക്കണമെങ്കിൽ കാശ് പഠിക്കും. ഈ വിരിവടക്ക് എന്തുവാണെന്ന് ഈ കാതോലിക്കായോ അല്ല ഏതെങ്കിലും ഒരു മെത്രാനോ ദിയസ്കോറോസോ ദരിദ്രവാസി ഇതിനൊക്കെ പറയാമോ? ഈ ഒരു മനുഷ്യൻ മരിച്ച് അവനെ അടക്കി കഴിഞ്ഞാൽ അവൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ വച്ചിരുന്ന ബെഡിലുള്ള വിരി മടക്കുന്നത് ഒരു ചടങ്ങ്. അവിടെയും കൈമടക്ക്. അവിടെ ഒരു കപ്പ്യാർക്ക് കിട്ടും. കപ്പ്യാർക്ക് പറയാനൊക്കുന്ന ശുശ്രൂഷക്കാരൻ അവന് കൊടുക്കേണ്ടത് 1500 രൂപയാ. അതിനും ഏജന്റന്മാരുണ്ട്. ഞാൻ കൊണ്ടുപറയുന്നില്ല മക്കളെ. ഏതാനും നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ വെട്ടാന്മാരും പുരോഹിതന്മാരും പറഞ്ഞ ഏതായാലും നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകാനുള്ള. എന്നെപ്പോലുള്ളവന് എവിടെ പോയാലെന്താ, വെള്ളത്തിൽ കിടന്ന് മരിച്ചാലും തീ കിടന്ന് മരിച്ചാലും മണ്ണിൽ കുഴിച്ചിട്ടാലും ഒരു വിശ്വാസം, ഒരു പ്രത്യാശയുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമേ ഞാൻ അനുഭവിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ നീ ഞാനും എല്ലാം ഏത് രീതിയിൽ മരിച്ചവനാണെങ്കിലും എവിടെ കൊണ്ട് അടക്കിയവനാണെങ്കിലും ഏത് ഭക്താനോ ബാബായോ വന്ന് അടക്കിയവനാണെങ്കിലും നീ അവിടെ ദൈവത്തിൻ്റെ മുമ്പ് വരും. തനി സ്വരൂപത്തിൽ അവിടെ ആ പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ അവിടെ കാണും നീ ചെയ്ത പ്രവൃത്തികളെല്ലാം. അവിടെ നന്മയോ തിന്മയോ എന്നുള്ളത് അവിടെ കണ്ടിട്ട്
നിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ വിടത്തുള്ളൂ. നീ അല്ലാതെ ഭക്താനടക്കിക്കൊണ്ടോ പുരോഹിതന് കാശ് കൊടുത്തുകൊണ്ടോ ഒന്നും ഒരു കാര്യവും സാധിക്കാനില്ല. ഈ ലോകത്തിലെ സുഖം കുറച്ച് നാളത്തേക്ക് നീ അനുഭവിക്കും, അതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പം കൂടുതൽ പറയുന്നില്ല.